പൊതുവെ ഹോളിവുഡിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്ന് പറഞ്ഞ ഒരു ഫിലിം ഫ്രാഞ്ചൈസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ സ്പിൻ ഓഫ് ആകട്ടെ പ്രീക്വലാകട്ടെ സീക്വലാകട്ടെ ഒക്കെ ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ജോൺ വിക്ക് ഫ്രാഞ്ചൈസി ഹിറ്റ് ആയപ്പോഴും എന്തുകൊണ്ട് അതിന്റെ സ്പിൻ ഓഫ് വന്നില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമുക്ക് ബാലറീന എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ലയൺസ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്റ്റുഡിയോ അത്ര കിടിലൻ റെപ്യൂട്ടേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ നല്ല രീതിയിൽ തന്നെ വിചാരിച്ചിട്ടുണ്ടോ എന്റെ പൊന്നോ ഇനി ഇതും മറ്റൊരു ദുരന്തമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയാണ് ഈ ഒരു പടം എന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാറ്റി മറിച്ചിട്ടുണ്ടായിരുന്നത്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഈ ഒരു പടം കണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നൊരു കാര്യത്തിൽ തന്നെയാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പൊ ഇനി കൂടുതൽ സമയം വീഡിയോയിലേക്ക് കിടക്കാം. സോ എന്താണ് ഈ പറയുന്ന ബാലറീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ? ഇതും ജോൺ വിക്കിന്റെ ആദ്യത്തെ സിനിമ പോലെ തന്നെ ഇതും ഒരു ആക്ഷൻ റിവെഞ്ച് സ്റ്റോറി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജോൺ വിക്കിന്റെ ആദ്യത്തെ സിനിമ നമുക്കറിയാം, ആ ഒരു പട്ടിയെ കൊന്നുന്നത് പോലെയാണ് ആ ഒരു സിനിമ ഈ ഒരു വേൾഡ് എല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ആന ഡി അർമാസിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ ഈവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു എന്താ പറയുക ഒരു ബാക്ക് സ്റ്റോറി മുതൽ അവർ ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് തന്നെയാണ്. ആൻഡ് ഞാൻ ഇത്രേ പറയുള്ളൂ, ആന ഡി അർമാസിന്റെ നോ ടൈം ടു ഡൈ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അതിനകത്തൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അത് കണ്ടപ്പോൾ മുതൽ തന്നെ ഞാൻ വിചാരിച്ചത് തന്നെയാണ്. കാരണം ഈ ഒരു ആക്ഷൻ ആക്ട്രസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയാൽ ആന ഡി അർമാസിന് നല്ല രീതിയിൽ തന്നെ പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു. ഇതിന്റെ ക്രിയേറ്റേഴ്സിനും പുള്ളിക്കാരിയെ കാസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനും അത് തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പുള്ളിക്കാരിയുടെ പെർഫോമൻസും അത്ര കിടിലൻ തന്നെയാണ്. കാരണം ഓരോ ആക്ഷൻ സീക്വൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വൻ പൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ആന ഡി അർമാസിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പിന്നെ ഒബ്വിയസ്ലി ജോൺ വിക്ക് സിനിമ കാണാൻ പോകുന്നതും അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പിൻ ഓഫ് സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനമായി ആക്ച്വലി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണ്, ഇതിനകത്തുള്ള ആക്ഷൻസ് കിടലനായിരിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഞാൻ കേട്ടത് ഇതിനകത്ത് ചാഡ് സദസ്കിന്റെ ആക്ഷന് വേണ്ടിയിട്ട് പുള്ളിക്കാരനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒറ്റ വാക്കി ഞാൻ ഇത്രയും പറയും, ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ആക്ഷനും വൻ പോലെ തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിനകത്തൊരു ഫ്ലെയിം ത്രോവർ വെച്ചിട്ടുള്ളൊരു സീൻ ഉണ്ട്. അത് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ആക്ഷനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പിന്നെ ഫിലിമിൻ്റെ ലാസ്റ്റത്തെ ഒരു 30 മിനിറ്റിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ജോൺ വിക്കിൻ്റെ 3ലും 4ലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഏകദേശം അതേപോലത്തെ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഈ ഒരു സിനിമയെ പ്രത്യേകതയാക്കുന്നത്. ആൻഡ് ഇതൊരു വർത്തി ആയിട്ടുള്ളൊരു സ്പിൻ ഓഫ് സിനിമയായിട്ട് പോലും എനിക്ക് പേഴ്സണലി തോന്നാൻ കാര്യം ഇത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസി കണ്ടുവരുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്. ആൻഡ് ആ ഒരു ആക്ഷൻ ഈ ഒരു സിനിമ എന്താണ് നല്ല രീതിയിൽ തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ പ്രൊമോഷനും മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു സിനിമയ്ക്കകത്ത് കിയാന റീവ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അത് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. എസ്പെഷ്യലി സിനിമയുടെ തേർഡ് ആക്ടിലേക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ കിയാന റീവ്സിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് കിയാന റീവ്സ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഈ ഒരു രണ്ട് ക്യാരക്ടറിന്റെ പവർ ലെവൽ ഏതാന്നുള്ളൊരു കാര്യം കൂടി അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ബൂഗി മാൻ ഈസ് ഓൾവേസ് ബൂഗി മാൻ. പുള്ളിക്കാരൻ എൻവയറമെന്റിലുള്ള ഏതൊരു സാധനം എടുത്തിട്ട് വേണമെങ്കിലും വെപ്പൺ ആക്കാന്നുള്ളൊരു കാര്യം നമ്മൾ ഇതുപോലെ തന്നെ ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും പറയുള്ളൂ, നിങ്ങൾ ആക്ച്വലി ഒരു ആക്ഷൻ പ്രതീക്ഷിച്ചു പോവാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഇവർ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് കിയാന റീവ്സിനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. നമ്മൾ മുടക്കുന്ന കാശിനുള്ള പടം എന്താണെങ്കിലും ഇത് തരുന്നുണ്ട്. ഒരു ആക്ഷൻ പടം എങ്ങനെയായിരിക്കണം അതെന്താണെങ്കിലും ഇത് എന്തായാലും അവർക്ക് നല്ല രീതിയിൽ തന്നെ ഡെലിവർ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആന ഡി അർമാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെയിംസ് ബോണ്ട് ഫ്രാഞ്ചൈസി മുതൽ പുള്ളിക്കാരി എത്ര കിടിലനായിട്ടുള്ളൊരു ആക്ഷൻ സ്റ്റാർ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കംപ്ലീറ്റേഷൻ നമുക്ക് ബാലറീന സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എന്താണെങ്കിലും ഈ സിനിമയ്ക്ക് സീക്വൽ കിട്ടാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പിന്നെ എനിക്ക് ആ കൂടി തോന്നിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമ എൻഡ് ചെയ്ത രീതി ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി പോയതുപോലെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ തിയേറ്ററിൽ പോയി നല്ലൊരു ആക്ഷൻ പടം കാണണമെന്നുണ്ട്, ആൻഡ് അതൊരു ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലുള്ളൊരു പടം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന കാശിനുള്ള വാല്യൂ ഈ ഒരു പടത്തിനകത്ത് നമുക്ക് എന്താണെങ്കിലും ലഭിക്കുന്നുണ്ട്. സോ ചെക്കൗട്ട് ചെയ്ത് നോക്കുന്നത് മാത്രമേ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുള്ളൂ. സോ ഇത് മാത്രമാണ് എൻ്റെ ഒപ്പീനിയൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം തന്നെ, നിങ്ങൾക്ക് ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലെ നിങ്ങളുടെ ഫേവറേറ്റ് ആക്ഷൻ സീക്വൻസ് ഏതാണെന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ എൻ്റെ ഈ ഫിലിമിന്റെ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7 out of 10 എന്ന് തന്നെ ഞാൻ പറയും. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. See you guys next episode. Watch.